ദിവസവും രാത്രി 10 മണിക്ക് അവിടെയുള്ള മണികൂണ്ടിൽ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ അവിടെയുള്ള ശ്മശാൻ കാട്ടിൽ ചിതയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രേതം എണീക്കും. എന്റെ ജീവിതം എന്താ ഇങ്ങനെ ആയത്? എനിക്ക് എന്തിനാ ഇങ്ങനെ സംഭവിച്ചത്? ഇവിടെ ആരുമില്ലേ? പിന്നീട് ആ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രേതം അങ്ങനെ തന്നെ റോട്ടിലേക്ക് ഓടും. ആ പ്രേതം ഓടുന്നത് സിറ്റിയിലുള്ള റോഡിൽ എല്ലാരും കാണും. ഇത് കാണുന്നവരൊക്കെ കണ്ടിട്ട് ഒരുപാട് പേടിക്കും. എന്താ ഇത്? എനിക്കെന്തിനാ ഇങ്ങനെ സംഭവിച്ചത്? ആരുമില്ലേ? വാച്ച് ടവറിനടുത്തെത്തിയതും തന്നെ വാച്ച് ടവറിനടുത്തുണ്ടായിരുന്ന കുളത്തിലേക്ക് ആ പ്രേതം എടുത്തു ചാടി. എന്താ ഇത്? എനിക്കെന്തിനാ ഇങ്ങനെ സംഭവിച്ചത്? ആരുമില്ലേ? ഇത് കേട്ട് സിറ്റി മുഴുവൻ ഒരുപാട് നിശബ്ദമായി മാറി. സിറ്റിയിലുള്ളവരൊക്കെ ആ ശബ്ദം കേട്ട് ഒരുപാട് പേടിക്കും. ആരാണ് ഈ പെണ്ണ്? എന്തിനാ ദിവസം അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നേ? നമ്മൾ ഈ ലേഡിന്റെ ആത്മാവിന് മോക്ഷം കൊടുത്തേ പറ്റൂ. അതെ, ദിവസം ഇത് കണ്ട് ഈ കുട്ടികളൊക്കെ പേടിച്ച് വിറയ്ക്കുകയാണ്. അത് ശരി, പക്ഷേ ഈ പ്രേതത്തിനെ നമ്മൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ അഘോരി വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ രാത്രി സമയത്ത് അവിടെ പോകുന്നത് ശരിയാണോ? നിങ്ങൾ പറഞ്ഞ ആളെ കാണണമെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ പോകണം. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിട്ട് പോകാം. അവിടെ എന്താ നടക്കുന്നത് കാണാം. അവർ 3 പേരും പേടിത്തൊണ്ടന്മാരാണ്. അവർ 3 പേരും ശ്മശാനത്തിനരികിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു സ്വാമിജി തന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് ഒരു ചിതയുടെ മുൻപിലിരിക്കുന്നത് അവർ കണ്ടു. സ്വാമി, ഞങ്ങളെ സഹായിക്കൂ. രാത്രി 10 മണിയായാ മതി. ആ പ്രേതം വന്ന് ഞങ്ങളെ ശല്യം ചെയ്യുന്നു. ഇവിടെ ജനങ്ങൾ ഇരിക്കാൻ തന്നെ പേടിക്കുന്നു. ദയവായി ഞങ്ങളെ സഹായിക്കൂ. ആ സ്വാമിജി അവർ പറയുന്നത് കേട്ട് അവരെ നോക്കി. ആ പ്രേതത്തിന്റെ അടുത്ത് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ആ പ്രേതത്തിന്റെ പഴയകാലം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇത് പണ്ട് നടന്ന കഥയാണ്. ഈ സ്ഥലം അപ്പൊ നഗരമല്ല, ഗ്രാമമായിരുന്നു. ഈ ഗ്രാമത്തിൽ താമസിക്കാൻ ചാറ്റർജി ഫാമിലി വന്നിരുന്നു. അവര് ബംഗാളീസായ വലിയ പണക്കാരന്മാരാണ്. ചാറ്റർജി കുടുംബത്തില് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് ബീഗു ചാറ്റർജി. അവൾക്ക് 17 വയസ്സ് മാത്രമാണ്. ബീഗുവിന്റെ അച്ഛൻ ഈ ഗ്രാമത്തിലുള്ള ഗുഡൌണ് മേടിച്ചു. പിന്നെ അങ്ങനെയാണ് ഈ സ്ഥലത്തിന്റെ പുതിയ മുതലാളി. ഇടയ്ക്കിടയ്ക്ക് ബീഗുവിന്റെ അച്ഛൻ ബീഗുവിനെ ഗുഡൌണിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. അവിടെയാണ് അവള് സുജോയിനെ കണ്ടുമുട്ടിയത്. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സുജോ. നിങ്ങൾക്ക് ഞങ്ങളുടെ ബംഗ്ലാ അറിയാമോ? അതെ, അതാണ്. പിന്നെ ബീഗുവിന്റെയും ഷിജോയിനും കണ്ടുമുട്ടു തുടങ്ങി. അവര് ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടി സംസാരിക്കാൻ തുടങ്ങി. സുജോയ് അവളെ മാർക്കറ്റിലൊക്കെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ മെല്ലെ മെല്ലെ അവന്റെ ഇടയെ ഒരു പ്രണയം തുടങ്ങിയിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ബീഗു നാണിച്ചു. പക്ഷെ അവളും ഷിജോയിനെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ സമയത്താണ് ബീഗുവിന്റെ അച്ഛനമ്മ അവളുടെ കല്യാണത്തിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. പിയു, നിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നു. എന്താ? അത് കേട്ടപ്പോ ബീഗുവിന് ഒരു ഞെട്ടലായിരുന്നു. പക്ഷെ അവള് ഷിജോയിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അവള് ഷിജോയിനെ കല്യാണം കഴിക്കാന്ന് തീരുമാനിച്ചിരുന്നു. അന്ന് രാത്രി ഷിജോയും ബീഗുവും വാച്ച് ടവറിന്റെ അവിടെ കണ്ടുമുട്ടിയിരുന്നു. ഇവിടെ നോക്കൂ, ഞാൻ നിങ്ങളെ മാത്രമേ കല്യാണം കഴിക്കൂ. ഞാനും നിന്നെ തന്നെയാ കല്യാണം കഴിക്കുക. നാളെ രാത്രി 10 മണിക്ക് നമുക്ക് ഇവിടെ വെച്ച് കാണാം. ഇവിടുന്ന് എവിടെങ്കിലും നമുക്ക് രക്ഷപ്പെട്ടു പോകാം. ശരി ചേട്ടാ. ഇവര് 2 പേരും കണ്ട് സംസാരിക്കണത് ബീഗുവിന്റെ അച്ഛൻ കണ്ടു. അന്ന് രാത്രി ബീഗു തിരിച്ചു വീട്ടിക്ക് വന്നപ്പോ അന്ന് ആദ്യമായിട്ടാണ് ബീഗുവിന്റെ അച്ഛൻ ബീഗുവിന് എതിരെ കൈ ഓങ്ങിയത്. ഞാൻ സുജോയെ മാത്രമേ കല്യാണം കഴിക്കൂ. ആ സുജോയ് നമ്മുടെ മോളിനെ എന്തോ മന്ത്രതന്ത്രങ്ങൾ ചെയ്തെന്നാ തോന്നുന്നത്. അതെ, ഇതുവരെ ഇവൾ ഇങ്ങനെയൊന്നും നമ്മളോട് സംസാരിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഇവൾ സംസാരിക്കുന്നത് കണ്ടില്ലേ? നാളെ തന്നെ ഇവളെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞയക്കാം. ഇനി ഇവള് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ രാവിലെ ആയപ്പോ തന്നെ സുനന്ദൻ അവളുടെ മോനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പുറപ്പെട്ടു. അതിനുശേഷം അവർ കുറച്ചും ദൂരം തന്നെയാ പോയത്. പിന്നെ അവരുടെ കാർ ആക്സിഡന്റ് ആയി. സുജോയ്, സുജോയ്. പിന്നെ ആരും അവിടുന്ന് രക്ഷപ്പെട്ടില്ല. സുനന്ദാവും രക്ഷപ്പെട്ടില്ല. ബീഗുവും മരിച്ചു. പിന്നെ അവന്റെ ഡ്രൈവറും മരിച്ചു. അവിടെ എല്ലാവരും മരിച്ചായിരുന്നു. സുനന്ദാവും പിന്നെ ബീഗുന്റെ ശരീരം ആളുടെ വീട്ടിലേക്ക് എത്തിയായിരുന്നു. സുനന്ദ, ബീഗു.
പിന്നെ ജനങ്ങളൊക്കെ അവന് രണ്ടുപേരെയും അവസാനമായിട്ട് കണ്ടു. ഷിജോ ഇല്ലാതെ അവിടെ എല്ലാവരും വന്നിരുന്നു. അവനൊരു പാവമാണ്, അവനെ അറിയില്ലായിരുന്നു. അവന്റെ ജീവൻ തുടങ്ങുന്ന മുമ്പനെ എല്ലാം കഴിഞ്ഞിരുന്നു. അവൻ വേറെ സ്ഥലത്തേക്ക് പോകാൻ തയ്യാറാകുമായിരുന്നു. അന്ന് രാത്രി 10 മണിയുടെ മുമ്പ് അവൻ വാച്ച് ടവറിന്റെ അടുത്തുള്ള കുളത്തിന്റെ അവിടെ അവൻ നിൽക്കുമായിരുന്നു. അവൻ അവന്റെ പെണ്ണിന്റെ വേണ്ടി കാത്തിരുന്നു. അവിടെ ബീഗുവിന്റെ അവസാനത്തെ ചടങ്ങ് നടന്നുകൊണ്ടിരുന്നു. അവളുടെ അച്ഛൻ കരഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിന് തീപ്പന്തം വെച്ചു. മോളെ, ഘടികാരത്തിൽ 10 മണി ആയതിന് ഉടൻ തന്നെ ബീഗുവിന്റെ ശരീരത്തില് അവന്റെ ആത്മാവ് കുടികേറി. അവള് ഷിജോയിന്റെ അടുത്ത് പോകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് അവള് കത്തിയ ദേഹത്തോടെ ഷിജോയിനെ കാണാനായി വാച്ച് ടവറിനെ നോക്കി അവള് പോകുകയായിരുന്നു. അവളെ ഇങ്ങനെ കണ്ട എല്ലാവരും മയങ്ങി വീണു. ബീഗും അവിടെ ഇരുന്ന് ഷിജോയിന്റെ അടുത്ത് ചെല്ലുകയായിരുന്നു. ഷിജോയ് പേടിച്ചു പോയി. അവനെ നോക്കി വരുന്ന ആ പെണ്ണ് ആരാണെന്ന് അവന് മനസ്സിലാകുകയായിരുന്നു. ഷിജോയെ കുളത്തിൽ ചാടിക്കഴിഞ്ഞു. അതുകൂടാതെ അവന്റെ പുറകെ വന്ന ബീഗുവിന്റെ ശരീരം തീപ്പന്തത്തോടായി കുളത്തിൽ ചാടി. ബീഗുവിന്റെ ദേഹത്ത് എരിഞ്ഞിരുന്ന തീയൊക്കെ അനിഞ്ഞുപോയി. അതിനു മുമ്പ് തന്നെ അവളുടെ ആത്മാവ് അവിടെ നിന്ന് പോയി കളഞ്ഞു. ബീഗു, ബീഗു, ബീഗു. സുജോയ് നന്നായിട്ട് ഒന്ന് വിഷമിച്ചു കരഞ്ഞു. മറ്റന്നാൾ രാവിലെ സുജോയ് എന്നെ ബീഗുവിന്റെ ശരീരത്തിന് തീപ്പന്തം കയറ്റി. ബീഗുവിന്റെ ശരീരം നന്നായിട്ട് തീയില് കരിഞ്ഞ് ചാമ്പലായി. പക്ഷെ ഇപ്പോഴും ബീഗുവിന്റെ ആത്മാവ് സുജോയിനെ കാണാനായി കാത്തിരിക്കുകയാണ്. അതിനാണ് അവൾ ഇപ്പോഴും ഷിജോയിനെ കാണാനായി പോകുന്നത്. പക്ഷേ ഇതിനൊരു അവസാനമില്ലേ? ഈ ലോകത്തില് ഷിജോയ് ജീവനോട് ഇരിക്കുന്നവരെ അവന്റെ പെണ്ണിന്റെ ആത്മാവ് അവനെ അടയനവരെ കറങ്ങിക്കൊണ്ട് നടക്കും. പക്ഷെ ഷിജോയ് എവിടെയാണ് ഉള്ളത്? ഈ സ്ഥലത്ത് തന്നെ അവന്റെ അവസാനത്തെ സമയം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയുടെ മറ്റൊരു വശത്ത് സുജോയ് തന്റെ വീട്ടിൽ കിടക്കുകയായിരുന്നു. അവന്റെ മൊത്ത കുടുംബവും അദ്ദേഹത്തെ നോക്കിക്കൊണ്ടു നിന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ, മകൻ, മരുമകൾ, പിന്നെ കുട്ടികൾ എല്ലാവരും തന്നെ. ഞാൻ പോയിട്ട് വരാ, ബീഗു എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സുജോയുടെ ജീവൻ വെടിഞ്ഞു. കൂടെ തന്നെ രാത്രി 10 മണിക്ക് വരുന്ന ആ പ്രേതത്തിന്റെ ആത്മാവും പോയി. ആ ദിവസത്തിനു ശേഷം ആരും തന്നെ ആ പ്രേതത്തിനെ കണ്ടിട്ടില്ല. ബീഗുവിന്റെ പ്രേമം വിജയിച്ചു. അവൾ നേരത്തെ മരിച്ചെങ്കിലും വർഷക്കണക്കായി അവൾ പിഗുവിനായി കാത്തിരിക്കുകയായിരുന്നു. ആ സ്നേഹം അവൾക്ക് കിട്ടി.